ചാണക്യനീതി. നിങ്ങളെ ഉപദ്രവിക്കുന്നവരുടെ കളി എങ്ങനെ അവസാനിപ്പിക്കാം? ചാണക്യൻ പറയുന്നു, ആരെങ്കിലും നിങ്ങളെ ശല്യം ചെയ്യുകയും നിങ്ങളുടെ സമാധാനം കെടുത്തി ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇനി അവർക്കെതിരെ നിങ്ങൾ ഒരു കളി കളിക്കേണ്ടതുണ്ട്. അതിന്റെ നിയമങ്ങൾ നിങ്ങൾ നിർമ്മിക്കും. ഇനി അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത നീക്കങ്ങൾ നിങ്ങൾ നടത്തണം. ജീവിതം ചിലപ്പോൾ നമ്മളെ അപ്രതീക്ഷിതമായ ചില വഴിത്തിരിവുകളിലെത്തിക്കും. അവിടെ എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് മനസ്സിലാക്കാൻ പോലുമാകില്ല. ആരോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ചിലർ വെറുതെ നമ്മളെ ഉപദ്രവിക്കാനും അടിച്ചമർത്താനും താഴ്ത്തിക്കെട്ടാനും നമ്മുടെ ആത്മവിശ്വാസം തകർക്കാനും തുനിഞ്ഞിറങ്ങുന്നത്? സാഹചര്യങ്ങൾ തനിയെ മാറുമെന്നോ, മുന്നിലുള്ളയാൾ നന്നാകുമെന്നോ, അല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് എല്ലാം ശരിയാകുമെന്നോ കരുതി നിങ്ങൾ നിശബ്ദരായി തുടരും. പക്ഷേ യാഥാർത്ഥ്യം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. നിങ്ങൾ മൗനം തിരഞ്ഞെടുക്കുന്ന ദിവസം തന്നെ മറ്റുള്ളവർ നിങ്ങളുടെ ആ മൗനത്തെ ബലഹീനതയായി കണക്കാക്കുന്നു. ആ നിശബ്ദത സാവധാനം നിങ്ങളുടെ ഉള്ളിൽ ഒരു വിള്ളൽ സൃഷ്ടിക്കുന്നു. അവിടെ നിന്ന് മനുഷ്യൻ തകരാൻ തുടങ്ങുന്നു. പക്ഷേ ഇന്നത്തെ കാര്യം വേറെയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. അതിന്റെ തുടക്കം സസ്പെൻസിലായിരിക്കും. കാരണം യഥാർത്ഥ കളി അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇത് നിങ്ങളുടെ കഥയാണ്. എന്നെപ്പോലെയുള്ളവരുടേതാണ്. പുറമേ ശാന്തരായി കാണപ്പെടുമ്പോഴും ഉള്ളിൽ ദിവസവും യുദ്ധം ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളുടേതാണ്. ദിവസവും ആരെങ്കിലുമൊക്കെ ശല്യം ചെയ്യുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടുമെല്ലാം സഹിച്ചു കഴിയുന്നവരുടെ കഥയാണിത്. പക്ഷെ ഇന്ന് ഞാൻ ചാണക്യൻ പറഞ്ഞ അതേ കാര്യം നിങ്ങളോട് പറയും. നിങ്ങളെ ശല്യം ചെയ്യുന്നവന്റെ കളി ഒരു ദിവസം അവസാനിപ്പിക്കുക. കാരണം ഇനി സഹിക്കേണ്ടതില്ല. പക്ഷെ നിൽക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾക്കായി വീഡിയോ നിർമ്മിക്കാൻ ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. പകരം നിങ്ങൾക്ക് ഒരു ലൈക്കും നല്ലൊരു കമന്റും നൽകിക്കൂടെ? വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ വീഡിയോ എവിടെ നിന്നാണ് കാണുന്നതെന്ന് കമന്റ് ചെയ്യുക. നമുക്ക് ചാണക്യനീതി തുടരാം. ഇനി വരുന്നത് മനുഷ്യനെ ഉള്ളുലയ്ക്കുന്ന ആ ഘട്ടമാണ്. ചിന്തിച്ചു നോക്കൂ. രാത്രി കൃത്യം 1 മണി. പെട്ടെന്ന് ഉറക്കം ഉണരുന്നു. നെഞ്ചിൽ ഒരു അസ്വസ്ഥത, തലച്ചോറിൽ ചോദ്യങ്ങളുടെ ചുഴി. മനസ്സ് വീണ്ടും വീണ്ടും ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം സഹിക്കുന്നത്? എന്റെ അവകാശം തട്ടിയെടുക്കാൻ ധൈര്യം കാണിക്കുന്ന ഇവർ ആരാണ്? എന്നെ തളർത്താൻ ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയും ശക്തി ലഭിക്കുന്നത്? ചുറ്റും നിശബ്ദതയാണ്. പക്ഷേ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് വീശുന്നു. ആത്മാവ് അലറി വിളിക്കുന്നു, ഇനി മതി, ഈ കളി അവസാനിപ്പിക്കണം. ഇനി ആരുടെയും കയ്യിലെ പാവയായി എനിക്ക് ജീവിക്കേണ്ട. ഈ നിമിഷമാണ് മാറ്റത്തിന്റെ ആദ്യത്തെ ചുവടുവെപ്പ്. മനുഷ്യൻ തന്റെ മൗനം വെടിഞ്ഞ് തനിക്കു വേണ്ടി നിലകൊള്ളാൻ പഠിക്കുന്ന നിമിഷം. ചാണക്യന്റെ പാഠമിതാണ്. ആരെങ്കിലും നിങ്ങളുടെ സമാധാനം നിരന്തരം തകർക്കുകയും ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുകയും നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, ഇത് ബന്ധങ്ങളുടെ സമയമല്ല, മറിച്ച് ബുദ്ധിയുപയോഗിച്ചുള്ള കളിയുടെ സമയമാണ്. ഇനി ഓരോ നീക്കവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം നടക്കേണ്ടത്. മുന്നിലുള്ളയാൾ പ്രതീക്ഷിക്കാത്ത ചുവടുകൾ നിങ്ങൾ വെക്കണം. പക്ഷേ യഥാർത്ഥ ചോദ്യമിതാണ്, ഈ ശക്തി എവിടെ നിന്ന് വരും? ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ കുറവായി തോന്നുന്ന ആ ധൈര്യം എങ്ങനെ ഉണ്ടാകും? സത്യമിതാണ്, ആ ശക്തി നിങ്ങൾക്ക് പുറത്തല്ല, എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഇതുവരെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. നിങ്ങൾ അനുഭവിച്ച വേദനയും എത്ര തവണ തകർന്നുപോയോ അതും, ഒഴുക്കിയ കണ്ണീരും അപമാനവും ശല്യപ്പെടുത്തലുകളും ഏൽപ്പിച്ച മുറിവുകളും സാവധാനം നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും. ആ മുറിവുകളിൽ നിന്നാണ് ഒരു മനുഷ്യനെ പൂർണ്ണമായും മാറ്റുന്ന അഗ്നി ജന്മമെടുക്കുന്നത്. പക്ഷേ ഈ മാറ്റം തുടങ്ങുന്നത് ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ്. ഒരു ചോദ്യത്തിൽ നിന്ന്, എന്നെ ശല്യം ചെയ്യുന്നവരുടെ കൈകളിൽ ഞാൻ എന്തിനെന്റെ ജീവിതം വിട്ടുകൊടുക്കണം? ചാണക്യൻ പറയുന്നു, ആരുടെ കാരണത്താലാണോ നിങ്ങളുടെ സമാധാനവും ആത്മാഭിമാനവും സന്തോഷവും നഷ്ടപ്പെടുന്നത്, അവരെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിപ്പിക്കരുത്. ഇനി കേൾക്കൂ, ഈ കഥ വെറും ജ്ഞാനമല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. ആരെങ്കിലും നിങ്ങളെ ശല്യം ചെയ്യുമ്പോൾ അവർ നിങ്ങളുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് തകർന്നുപോയ ഒരാൾ എഴുന്നേറ്റ് വരുമ്പോൾ അവനെ നേരിടാൻ ആർക്കും കഴിയില്ല എന്ന സത്യം അവർ മറന്നുപോകുകയാണ്. നിങ്ങളുടെ ക്ഷമയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്, പക്ഷേ നിങ്ങളുടെ മൗനമല്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ വഴക്കിടാതെ, ദേഷ്യം കാണിക്കാതെ, കയ്യേറ്റം ചെയ്യാതെ തന്നെ നിങ്ങളെ ശല്യം ചെയ്യുന്നവന്റെ കളി എങ്ങനെ അവസാനിപ്പിക്കാം എന്ന വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മൗനം എങ്ങനെ കരുത്തായി മാറുമെന്ന് നിങ്ങൾ കാണും. നിങ്ങളുടെ ക്ഷമ എങ്ങനെ ആയുധമാകുമെന്നും നിങ്ങളുടെ ഒരു ചെറിയ നീക്കത്തിൽ മുന്നിലുള്ളയാൾ എങ്ങനെ വെള്ളം കുടിക്കുമെന്നും നിങ്ങൾ കാണും. പക്ഷേ ഇതൊന്നും ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കില്ല. ഇതിനായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകം എപ്പോഴും നല്ല മനുഷ്യരെയാണ് ശല്യം ചെയ്യുന്നത്. കാരണം ചീത്ത ആളുകളെ എല്ലാവർക്കും പേടിയാണ്. എന്നാൽ നല്ല മനുഷ്യരിൽ നിന്ന് എല്ലാവരും നേട്ടം കൊയ്യാൻ നോക്കുന്നു. തങ്ങളുടെ പരിധി കാണിച്ചു കൊടുക്കാത്തവരെ മാത്രമേ ആളുകൾ ശല്യം ചെയ്യുകയുള്ളൂ. ഇന്നത്തെ ഈ യാത്ര ഇതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പരിധി കാണിച്ചു കൊടുക്കുക. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ചാണക്യൻ പറയുന്നു, ആരെങ്കിലും നിങ്ങളെ ശല്യം ചെയ്യുമ്പോൾ പ്രതികാരം ചെയ്യുന്നതിനു മുമ്പ് അവരുടെ ഉദ്ദേശ്യം മനസ്സിലാക്കുക. കാരണം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവൻ 2 കാരണങ്ങൾ കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഒന്നുകിൽ അയാൾ നിങ്ങളുടെ വളർച്ചയിൽ അസൂയാലുവാണ്.
2. നിങ്ങൾ ദുർബലനാണെന്ന് അയാൾ കരുതുന്നു. ഈ 2 കാര്യങ്ങളും നിങ്ങളുടെ പരാജയമല്ല കാണിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴിയാണ്. കാരണം ഒരാൾ നിങ്ങളെ ദുർബലനെന്ന് കരുതുമ്പോൾ തന്നെയാണ് അവനെതിരെ വിജയിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ജീവിതം ഒരു കളി പോലെയാണ്. മുന്നിലുള്ളവൻ നിങ്ങൾ വീണുകിടക്കുകയാണെന്ന് കരുതുമ്പോൾ തന്നെയാണ് നിങ്ങൾ എഴുന്നേൽക്കാനുള്ള ശരിയായ സമയം തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവന് പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇനി ചോദ്യം ഇതാണ്: നിങ്ങൾ ഈ കളി എങ്ങനെ കളിക്കും? മുന്നിലുള്ളവനെ തകർത്തുകളയുന്ന ലോകത്തിലെ ഏറ്റവും അപകടകരമായ നീക്കം ഏതാണ്? ആ നീക്കമാണ് മൗനം. അതെ, നിശബ്ദത. ചാണക്യൻ പറയുന്നു, ഏറ്റവും വലിയ വിജയം ബഹളത്തിലൂടെയല്ല, മറിച്ച് മൗനത്തിലൂടെയാണ് ലഭിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുന്നത് നിർത്തുമ്പോൾ, വിശദീകരണങ്ങൾ നൽകുന്നത് നിർത്തുമ്പോൾ, കരയുന്നത് നിർത്തുമ്പോൾ മുന്നിലുള്ളവൻ ഭയപ്പെടുന്നു. കാരണം നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അവന് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ മൗനം അവന്റെ അസ്വസ്ഥതയായി മാറുന്നു. നിങ്ങളുടെ നിശബ്ദത ഒരു ദിവസം അവന്റെ പേടിയായി മാറും. പക്ഷെ മൗനമായിരുന്നാൽ മാത്രം പോരാ, മൗനത്തിലിരുന്ന് നീക്കങ്ങൾ നടത്തണം. ആ നീക്കങ്ങൾ അത്യന്തം രഹസ്യവും കൃത്യവും ഫലപ്രദവുമായിരിക്കണം. ഇവിടെ നിന്ന് കഥ ഒരു പുതിയ തിരിവെടുക്കുന്നു. ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയുന്നു, നിങ്ങളെ ശല്യം ചെയ്തവൻ ഇപ്പോൾ അത്ര ശക്തനല്ല എന്ന്. അയാളുടെ സംസാരത്തിൽ പഴയ ഗമയില്ല. അയാളുടെ പെരുമാറ്റം മാറാൻ തുടങ്ങുന്നു. നിങ്ങൾ പഴയതുപോലെ പേടിക്കുമെന്നും തലകുനിക്കുമെന്നും വിട്ടുവീഴ്ച ചെയ്യുമെന്നും അയാൾ വിചാരിക്കും. പക്ഷെ അയാൾക്ക് തെറ്റി. കാരണം ഇപ്പോൾ നിങ്ങൾ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ആ പഴയ മനുഷ്യനല്ല. നിങ്ങളുടെ മൗനം ഇപ്പോൾ നിങ്ങളുടെ നീക്കമാണ്. ആ നീക്കം സാവധാനം മുന്നിലുള്ളവനെ അകമേ തകർക്കും. ആരെങ്കിലും നിങ്ങളുടെ സമാധാനം കെടുത്തിയാൽ അത് തിരിച്ചുപിടിക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം. നിങ്ങൾ അനുവദിക്കുന്നിടത്തോളം കാലം മാത്രമേ ഒരാൾക്ക് നിങ്ങളെ ശല്യം ചെയ്യാൻ കഴിയൂ. നിങ്ങൾ പരിധി നിശ്ചയിക്കുന്ന നിമിഷം അയാളുടെ കളി അവസാനിക്കുന്നു. നിങ്ങൾ ഇതൊരിക്കൽ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം മാറും. ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് മുന്നിലുള്ളവനെ നിലംപരിശാക്കുന്ന ചാണക്യന്റെ ആ അപകടകരമായ നീക്കങ്ങളെക്കുറിച്ചാണ്. മിണ്ടാതെ വഴക്കിടാതെ അവന്റെ കളി എങ്ങനെ അവസാനിപ്പിക്കാം എന്ന് നിങ്ങൾ അറിയും. ഒരു മനുഷ്യൻ വർഷങ്ങളുടെ മൗനവും അപമാനവും വേദനയും കൊണ്ട് പടുത്തുയർത്തിയ ഉള്ളിലെ അഗ്നി തിരിച്ചറിയുന്നിടത്താണ് കഥ തുടരുന്നത്. മുന്നിലുള്ളവൻ നിങ്ങളെ പഴയതുപോലെ പേടിയുള്ളവനായി കരുതും. പക്ഷേ നിശബ്ദനായ മനുഷ്യനാണ് ഏറ്റവും വലിയ കളിക്കാരനെന്ന് അവൻ അറിയില്ല. 5ാമത്തെ നീക്കം: നിങ്ങളുടെ നേട്ടങ്ങളിലൂടെ മറുപടി നൽകുക. ലോകത്തിലെ ഏറ്റവും വലിയ പ്രഹരം വിജയമാണ്. നിങ്ങളെ തകർക്കാൻ നോക്കിയവന്റെ മുന്നിൽ നിശബ്ദമായി സ്വന്തം ജോലിയിൽ വ്യാപൃതനായി മുന്നേറിക്കൊണ്ടിരിക്കുക. നിങ്ങളെ തകർക്കാൻ നോക്കിയവൻ ഇന്ന് നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെടണം. 7ാമത്തെ നീക്കം: നിങ്ങളുടെ അതിർവരമ്പുകൾ ബൗണ്ടറീസ് നിശ്ചയിക്കുക. നിങ്ങൾ ദുർബലനായതുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെ ശല്യം ചെയ്യുന്നത്. ഏത് പെരുമാറ്റമാണ് നിങ്ങൾ അംഗീകരിക്കുക, ഏതാണ് അംഗീകരിക്കാത്തത് എന്ന് വ്യക്തമാക്കുക. ആരെങ്കിലും ആ പരിധി ലംഘിച്ചാൽ ആ ബന്ധം അവസാനിപ്പിക്കുക. നിങ്ങൾ സഹിക്കുന്നവരല്ല, നിയമം നിർമ്മിക്കുന്നവരാണെന്ന് അവർ അറിയട്ടെ. 6ാമത്തെ നീക്കം: സ്വന്തം മൂല്യം വർദ്ധിപ്പിക്കുക. താനില്ലാതെ നിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് നിങ്ങളെ ശല്യം ചെയ്യുന്നവൻ കരുതും. എന്നാൽ നിങ്ങൾ സ്വയം മുൻഗണന നൽകാൻ തുടങ്ങുമ്പോൾ അവന്റെ നിയന്ത്രണം അവസാനിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തേക്കാൾ നിങ്ങളുടെ അസാന്നിധ്യത്തെ അവൻ ഭയപ്പെടാൻ തുടങ്ങും. ചാണക്യൻ പറയുന്നു, ശത്രു നിങ്ങളുടെ വികാരങ്ങളെയാണ് ആയുധമാക്കുന്നത്. നിങ്ങൾ വൈകാരികമായി പ്രതികരിക്കാതെ പ്രായോഗികമായി പ്രാക്ടിക്കൽ മറുപടി നൽകാൻ തുടങ്ങുമ്പോൾ അവന്റെ തന്ത്രങ്ങൾ പാളുന്നു. അയാൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ ശാന്തനാകുക. അയാൾ അപമാനിക്കുമ്പോൾ നിങ്ങൾ പുഞ്ചിരിക്കുക. ഇതിന്റെ ആഘാതം വളരെ വലുതായിരിക്കും. 8ാമത്തെ നീക്കം: ഇത് ഏറ്റവും അപകടകരമാണ്. നിങ്ങളുടെ നന്മയെ ചൂഷണം ചെയ്യുകയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നവനെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കുക. ഇത് ആയുധം കൊണ്ടുള്ള പോരാട്ടമല്ല, നിങ്ങളുടെ തീരുമാനമാണ്. ഈ 8 നീക്കങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ ഒരാളുടെ കളി അവസാനിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ അധ്യായം തുടങ്ങുകയുമാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ പഴയ ആളല്ല. നിങ്ങൾ ഉള്ളിലെ അഗ്നിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളെ ശല്യം ചെയ്യുന്നവൻ യഥാർത്ഥത്തിൽ പേടിയുള്ളവനാണ്. നിങ്ങളുടെ മൗനമാണ് അവന് ശക്തി നൽകിയിരുന്നത്. ആ മൗനം നിങ്ങൾ അവനെതിരെ തിരിച്ചപ്പോൾ അവന്റെ ലോകം തകർന്നു. നിങ്ങളിപ്പോൾ വികാരങ്ങൾക്കടിമയല്ല, ബുദ്ധിക്കുടമയാണ്. ചാണക്യൻ പറയുന്നു, സ്വയം ജയിച്ചവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ കഥ അവസാനിക്കുമ്പോൾ നിങ്ങൾ സ്വയം ഒരു വാഗ്ദാനം നൽകുന്നു: ഇനി ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. നിങ്ങൾ ആ പോരാളിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളെ ശല്യം ചെയ്തവന്റെ കളി അവസാനിച്ചു. അത് അവസാനിപ്പിച്ചത് നിങ്ങളാണ്. ഒരു വാക്കുപോലും മിണ്ടാതെ, ബഹളമില്ലാതെ, സ്വയം മാറിക്കൊണ്ട് നിങ്ങൾ നേടിയ ഈ വിജയമാണ് യഥാർത്ഥ വിജയം. നിങ്ങളുടെ ജീവിതത്തിലെ ഈ പുതിയ യാത്രയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ?